ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്ന് അമ്മച്ചിക്കറിയാം. ഇന്ന് നമ്മൾക്ക് ചന്ദ്രരോഗം പിടിച്ച ഒരു വ്യക്തിയെ, ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. നമുക്ക് ഇന്നത്തെ വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. വളരെ ഈസി ആയിട്ടുള്ള ഒരു വാക്യമാണ്. വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ അത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു വാക്യമായതുകൊണ്ട് നമ്മളത് പഠിച്ചിരിക്കണം. അത് സ്വല്പം വലിയ വാക്യമാണ്, എന്നാലും നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്ന് പഠിക്കാം. മത്തായി 17-21. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വാക്യം വായിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യം കുഞ്ഞുങ്ങൾ പഠിക്കണം. ഈ കാര്യം 3 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതുകൊണ്ട് ഈ വാക്യം കുഞ്ഞുങ്ങൾ കാണാതെ പഠിക്കണം. നമുക്ക് ഈ കർത്താവ്, നാം കഴിഞ്ഞ ആഴ്ച കണ്ടു, കർത്താവ് മലയിൽ രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് കണ്ടു. അപ്പോൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിനോട്, അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മളത് കണ്ടതാണ്. പത്രോസ് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പത്രോസ് പറയുകയാണ്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. എന്നാൽ കർത്താവ് അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ പുരുഷാരത്തിൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഓടി കർത്താവിൻ്റെ അടുക്കൽ വന്നു. ഒരു മനുഷ്യൻ വന്ന് കർത്താവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു. അപ്പോൾ ചന്ദ്രരോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. അൺകോൺഷ്യസ് ആകും. ഫിറ്റ്സ് പോലെ വേറൊരു ടൈപ്പാണ്. അത് ഭൂതങ്ങൾ ബാധിച്ച് ഉണ്ടാകുന്ന ഫിറ്റ്സാണ്. സാധാരണ ഫിറ്റ്സ് അല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിറ്റ്സാണ്. അപ്പോൾ ഈ രോഗം ബാധിച്ച അത് പലപ്പോഴും അവൻ അങ്ങനെയാണെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവേ, ഞാൻ അങ്ങേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവിടെയുള്ള ശിഷ്യന്മാരെ അപ്പോൾ അവരെ വഴക്ക് പറയുന്നു. അവരോട് പറഞ്ഞു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും? എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കല്ലോ. ശിഷ്യന്മാരുടെ ചുമതലയല്ലേ പിന്നെ അത് ചെയ്യേണ്ടത് എന്ന് അവരെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് മനുഷ്യനോട് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. അങ്ങനെ ഒരു ബാലനെ ചന്ദ്രരോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് പൂർണ്ണ മനുഷ്യനാണ്, അതുപോലെ തന്നെ പൂർണ്ണ ദൈവമായതുകൊണ്ടാണ് ഇത്രയും ഭൂതം ബാധിച്ച ഒരു വ്യക്തിയെ സൗഖ്യമാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് പൂർണ്ണ മനുഷ്യനായിട്ട് ഒരാൾക്ക് കർത്താവ് ദൈവത്താലല്ലാതെ അത് സൗഖ്യമാക്കുവാനായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ദൈവം പൂർണ്ണ ദൈവവും പൂർണ്ണ ബാധ്യൻ. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ശക്തിയാൽ ഈ ശിഷ്യന്മാർക്കും അത് സാധിക്കും. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട്, കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂതത്തെ, ഈ വ്യക്തിയെ, ചന്ദ്രരോഗം പിടിച്ച വ്യക്തിയെ
സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാക്യമാണ്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. അല്പവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും സാധിക്കില്ല മക്കളെ, ഒന്നും സാധിക്കത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ്. പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പൂർണ്ണ വിശ്വാസത്തോടെയാണ് നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഏകദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിച്ചത്. അതുപോലെ തന്നെ അല്പവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോടത്തോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ പോലും കടും. വിശ്വാസം അത്ര വലിയ കാര്യമാണ്. എന്നാൽ ഈ ഭൂതോപാധം വ്യക്തിയെ അല്ലെങ്കിൽ നരകത്തിന് ശിക്ഷരായിരിക്കുന്ന വിടുവിക്കുന്നതിന് വേണ്ടി ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആവശ്യമാണെന്ന് ദൈവം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമെന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കിതിൽ നിന്ന് അനേക ഗുണപാഠങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്ന് നമ്മളെ ഈ കഥ പഠിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് മലയിൽ നിന്ന് അവിടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ മലയിൽ നിന്ന് കർത്താവ് ഇറങ്ങി പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അവിടെ കാണുന്ന പ്രവർത്തിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് സൗഖ്യം വരികയുള്ളൂ. ചന്ദ്രരോഗം വന്ന മനുഷ്യന് കർത്താവിൻ്റെ അടുക്കൽ വരുവാനും ആ സൗഖ്യം കിട്ടുവാനും ഇടയായിട്ട് തീർന്ന കർത്താവ് പ്രവർത്തിച്ചതുകൊണ്ടാണ് നാമും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്തുവാനായിട്ട് നമുക്കും സാധിക്കുകയുള്ളൂ. രക്ഷയിലേക്ക് മറ്റുള്ളവർ വരണമെങ്കിൽ നമ്മൾക്കും പ്രവർത്തനം ആവശ്യമാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുക എന്നുള്ളത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് കർത്താവ് അവരെ ശാസിക്കുന്നു. പലപ്പോഴും നമ്മളെയും ദൈവം ശാസിക്കും. ആ ശാസന കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അത് തിരുത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. നാലാമതായിട്ട് പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കണം. ഇവിടെ അവരെ കർത്താവ് പറയുന്ന അവരുടെ അല്പവിശ്വാസം കാരണമാണ് അവർക്ക് സൗഖ്യമാക്കുവാൻ സാധിക്കാതെ വന്നത്. അഞ്ചാമതായി പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നാം സുവിശേഷം നാം പ്രവർത്തിക്കണമെങ്കിൽ സുവിശേഷം മുഖാന്തരം മറ്റുള്ളവർ കർത്താവിലേക്ക് വരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാൻ, അതുവരെ സാത്താൻ്റെ കീഴിലുള്ളവരെ കർത്താവിൻ്റെ മക്കളാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ന്റെ 21-ാം വാക്യം, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മനയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമെന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചു. മാത്രമല്ല, അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർ മാത്രമല്ല പ്രവർത്തിക്കുന്നവരും ആകണമെന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണമേ. പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ആ ബെല്ലൈക്കണിൽ കൈ അമർത്തിയാൽ ഞാൻ എപ്പോൾ ഇടുന്നു നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യും. മറ്റുള്ളവർക്ക് അത് അനുഗ്രഹത്തിന് കാരണമാകും. ഓക്കെ ചിൽഡ്രൻസ്, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.